ഇപ്പോൾ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇതിപ്പോൾ വി.ഡി. സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളൊരു മറുപടി നൽകിയിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയം സംസാരിച്ചിരുന്നു. അതിൽ എന്തായാലും ഒരു പ്രതികരണമാണ് വി.ഡി. സതീശൻ്റെ ഭാഗത്തുനിന്നും നൽകുന്നത്. ഈ പീഡന പരാതി നേരിട്ട മന്ത്രിമാരെ ഉൾപ്പെടെ ഉണ്ട് ഈ മന്ത്രിസഭയിൽ. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് വി.ഡി. സതീശൻ നൽകുന്നത്. എന്താണ് ഇതിന് മറുപടി ഉള്ളത്? വളരെ ദയനീയമായ സാഹചര്യത്തിൽ പടർന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ട് മുഖ്യമന്ത്രി 1 മണിക്കൂർ ദീർഘമായ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളുമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾക്ക് മറുപടിയായി കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളെ കുറിച്ചല്ല, കേരളത്തിലെ ജനങ്ങൾ അതിനെതിരെ നടത്തുന്ന പ്രതിഷേധത്തെ കുറിച്ചല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ CPM-നെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, അതൊരു യുവ മന്ത്രിയെ കുറിച്ച് ലക്ഷ്യം വെച്ചാണെന്നൊക്കെയുള്ള സൂചന നൽകി ആ ബോംബ് എന്നുള്ള വാക്ക് വരെ ഉപയോഗിച്ച് പത്രക്കാരെടുത്ത് വയ്ക്കുന്നു. വരും, അത് ഉടനെ തന്നെ പുറത്തു വിടുമെന്ന് പറഞ്ഞു. വലിയ രീതിയിലുള്ള വാർത്തകൾ കേരളത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടാക്കി. അതോ ഒരു CPM മന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് എന്തോ ഒരു വലിയ രീതിയിലുള്ള ഒരു ബോംബുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ ലക്ഷണമായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ബോംബ് കയ്യിലുണ്ടാകുന്ന പൊട്ടിച്ചിട്ടില്ലേ പോണേ. അപ്പോൾ തന്നെ അതിനകത്തൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്നുള്ളവരും രാഷ്ട്രീയ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നുള്ളവരും കൃത്യമായ രീതിയിൽ വിലയിരുത്തി മാധ്യമങ്ങൾ ആ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുന്നത് എന്താ, CPM-വുമായിട്ട് ബന്ധപ്പെട്ട CPM-ന്റെ മന്ത്രിയോ ആരെങ്കിലും കുറിച്ചൊക്കെ എന്തോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കൗണ്ടർ ചെയ്യാനായിട്ട് പുള്ളി വരുന്നു. അത് വലിയ ഭൂകമ്പമായിട്ട് കേരളത്തിൽ മാറും. ആ ആകാംക്ഷയിലാണ് മാധ്യമങ്ങളിൽ തടിച്ചുകൂടിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അതിനെക്കുറിച്ച് മറുപടി വന്നില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയോട് അദ്ദേഹം 1-2 കാര്യങ്ങൾ ആർക്കും മനസ്സിലാകാത്ത 1-2 ഭാഷ്യങ്ങൾ പഴകിത്തുരുമ്പിച്ച് 1-2 ആരോപണങ്ങൾ പറഞ്ഞതല്ലാണ്ട് ഒന്നും പറയാൻ ഈ വി.ഡി. സതീശന് സാധിച്ചില്ല. കഷ്ടം എന്നല്ലാണ്ട് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങൾ ചോദിച്ചു ബോംബിന്റെ കാര്യം പറഞ്ഞു. ബോംബൊന്നുമില്ല, അവർ ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞോളൂ. ബോംബെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയാമെന്ന് പറഞ്ഞു. എത്ര ഗതികേടാ ഒരു പ്രതിപക്ഷ നേതാവിന്റെ. 24 മണിക്കൂർ പോലും ആയിട്ടില്ല, 15-16 മണിക്കൂറിന് ശേഷം താൻ പറഞ്ഞ കാര്യങ്ങൾ താൻ പറഞ്ഞില്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പ്രതിപക്ഷ എത്തുമ്പോൾ അദ്ദേഹം പിന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ? എന്തൊരവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ. എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA പരമ്പരകളായിട്ട് പീഡന പരമ്പരകൾ സ്ത്രീകളെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഗർഭം അലസിപ്പിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, 10-15 പെൺകുട്ടികൾ പരാതി നൽകുന്നു, ഹൈക്കമാൻഡ് നൽകുന്നു, പ്രതിപക്ഷ നേതാവിന് നൽകുന്നു, ജനം ശക്തമായി പ്രതിഷേധിക്കുന്നു. അവരുടെ പാർട്ടിയിൽപ്പെട്ട MLA-മാര് വനിതാ നേതാക്കളും മറ്റു നേതാക്കളും എല്ലാം അടക്കം ഇയാളെ പുറത്താക്കണമെന്ന്, പൊതുപ്രവർത്തനം തന്നെ മാറ്റി നിർത്തണമെന്നും പറയുന്നു. അങ്ങനെ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് തക്കതായ മറുപടി നൽകും, അയാൾക്ക് തക്കതായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ് പോയ ആൾ പിറ്റേ ദിവസം അയാളെ സംരക്ഷിച്ചുകൊണ്ട് സസ്പെൻഷനിൽ ഒതുക്കി, അതും ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവനും വിഴുങ്ങേണ്ട ഒരു ഗതികളിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിനെ കേരളം കണ്ടിട്ടുണ്ടോ? എന്തിനാണത് ഈ രീതിയിലൊക്കെ അവകാശിയാകുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ? മാധ്യമങ്ങളെല്ലാം ആകാംക്ഷയോടെ കൊച്ചിയിലേക്ക് തടിച്ചുകൂടി ബോംബ് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രതീക്ഷിച്ചു. അപ്പൊ അദ്ദേഹം പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റിയെന്നുള്ളതാണ് അത്ഭുതം. കാരണം ഇന്നലെ വൈകുന്നേരം അത് പറയാൻ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ച് വിരലുകളെല്ലാം ചൂണ്ടി പത്രക്കാരെ വരെ വരട്ടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു വലിയ ബോംബുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവ് നാണം കെട്ടുന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്നും ഏതാനും മിനിറ്റുകൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നൊരു ഒരു ചിത്രമാണ് നമ്മൾ കേരളം കണ്ടത്. വസ്തുത നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താ, ജനാധിപത്യത്തിൽ സ്റ്റേബിളായ തിരുത്തൽ ശക്തിയായ ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷമാണ്. പക്ഷെ ഇതിനൊന്നും കഴിയാതെ കണ്ട് പരിശീലനായി തന്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ മാറ്റിപ്പറയുകയും വിഴുകുകയും ചെയ്യുന്ന ഒരു ഗതികെട്ട പ്രതിപക്ഷ നേതാവിനെയാണ് കേരളം കണ്ടത്. സഹതപിക്കാന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല ഇതിനകത്ത്. ശ്രീ റെജി ലൂക്കോസ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.